റോയൽ റൂട്ട് 121 ഏവർക്കും സ്വാഗതം. ഇന്ന് നവംബർ 1, 2024. അതായത് കേരളപ്പിറവി. അതാണ് ഇന്നത്തെ നവംബർ 1-ൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അങ്ങനെ ഇന്നലെ വൈകിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇന്ന് നമുക്ക് കോട്ടയത്ത് കടുത്തുരുത്തിയിലുള്ള മാംഗോ മെഡോസ് അഗ്രികൾച്ചർ തീം പാർക്കിലേക്ക് വരണം, ഒന്ന് കാണണം എന്ന് തീരുമാനിച്ച് അങ്ങനെ ഞങ്ങൾ 9 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് യാത്രയായി. ഏതാണ്ട് 1 മണിയായി ഈ പാർക്കിലേക്ക് എത്തിയപ്പോഴേക്കും. അതായത് കോട്ടയത്ത് നിന്ന് ഏതാണ്ട് 40 കിലോമീറ്റർ ദൂരമുണ്ട്. ഇത് എനിക്ക് അത്രയും പ്രതീക്ഷയില്ല. ഞാൻ ഓർത്തൊരു 5 കിലോമീറ്റർ 10 കിലോമീറ്റർ ഡിസ്റ്റൻസാണ്. ഞാനത് ചെക്ക് ചെയ്യില്ല. വെറും പുള്ളൂർ ടു കോട്ടയം ഡിസ്റ്റൻസ് മാത്രമേ നോക്കിയുള്ളായിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത് ഒരു ഇന്ത്യയിൽ വെച്ച് ഏറ്റവും വലുത്, കൂടാതെ ലോകത്തിലേക്ക് ഏറ്റവും വലിയൊരു പാർക്കാണെന്നാണ്, തീം പാർക്കാണെന്നുള്ളതാണ്, അഗ്രികൾച്ചർ തീം പാർക്കാണെന്നുള്ളതാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്കിത് അറിയേണ്ട, ഇതിൻ്റെ അകത്ത് എന്താണെന്നുള്ളത്, ഇവർ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടെന്നുള്ളത് നമുക്ക് നേരിൽ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ അകത്തേക്ക് പോവുകയല്ലേ? ശരി, ഇതിൻ്റെ മെയിൻ ഗേറ്റാണിത്. എൻട്രൻസ് ഇങ്ങനെ ഒരു ചെറിയ പഴയ ആർച്ചാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഏതാണ്ട് 2016 NK കുര്യൻ എന്നുള്ളൊരു പ്രവാസി മലയാളിയാണ് ഇത് സ്ഥാപിച്ചത്. അദ്ദേഹത്തിൻ്റെ ഓണർഷിപ്പിലാണ് ഇത് നടക്കുന്നത്. കാർ പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങളും സെക്യൂരിറ്റി ഫോഴ്സ്, അങ്ങനെ എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട്. അങ്ങനെ നമ്മോടൊപ്പം പറഞ്ഞല്ലോ, നമ്മുടെ ഭാര്യ വത്സമ്മയുണ്ട്. ഒപ്പം സെലിൻ സണ്ണി, നമ്മുടെ അഡ്വൈസർ. ഇച്ചിരി ജാട കൂടുതലാണെന്ന് തോന്നുന്നു. ക്യാമറയിലേക്ക് നോക്കുന്നത് പോലുമില്ല. എന്ത് വാഴട്ടെ, നമുക്ക് നോക്കിയില്ല, മുന്നേ കയറിയായാലും നമുക്ക് എടുക്കണം. ഇത് കണ്ടില്ലേ, ഒരു ഹായ് പറയൂ, ഒന്നുമല്ലെങ്കിൽ. അയ്യോടാ, വോൾട്ടേജ് ഇല്ലല്ലോ. ഇറ്റ്സ് ഓക്കെ. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോകാം. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറി വന്നിട്ട് നമ്മൾ ആദ്യം പോകുന്നത് ടിക്കറ്റ് കൗണ്ടറിലേക്കാണ്. ടിക്കറ്റ് എടുക്കുന്നതിനുള്ള സ്ഥലമാണിത്. ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കുന്നത്. പറഞ്ഞല്ലോ 350 രൂപയാണ്. 350-ൽ ഏതാണ്ട് നല്ല രീതിയിലുള്ള പാക്കേജ് ഉണ്ട്. അത് അകത്ത് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് വിശദമായിട്ട് അറിയാം. ഇന്ന് വലിയ റഷില്ല. ഇന്ന് ഹോളിഡേയ്സ് അല്ലാത്തതിൻ്റെ പേരിലാണ്, വലിയ തിരക്കില്ല. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പോകേണ്ട സമയത്തായിട്ട് നമുക്ക് അവർ ഗൈഡൻസിനെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് അവർക്ക് നമ്മൾ ഫീസായിട്ടൊന്നും കൊടുക്കണ്ട. ഇവിടുന്ന് നമ്മൾ സൈക്കിൾ റിക്ഷ പോലുള്ളൊരു വാഹനം 4 പേർക്ക് യാത്ര ചെയ്യാവുന്നത്, അത് 250 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അതിൽ കറങ്ങി വരണമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 45 മിനിറ്റ് എടുക്കും. നടന്ന് വരണമെങ്കിൽ 1 മണിക്കൂർ എടുക്കും. അപ്പോൾ നമുക്ക് നടക്കാനാവതുള്ളവരല്ലേ, അപ്പോൾ നമുക്ക് നടന്നിട്ട് വരാമെന്നുള്ള തീരുമാനത്തിലാണ്. അപ്പോൾ അകത്തേക്കുള്ള ഗേറ്റാണ്. അടുത്ത് വന്നു കഴിയുമ്പോൾ അവരിത് ഒരു കിളിവാതിൽ, നമുക്ക് വാഹനങ്ങൾ വരുമ്പോൾ ഇത് മൊത്തത്തിൽ സ്ലൈഡിംഗ് ഡോറാണ്, ഓപ്പണാക്കി കൊടുക്കും. അപ്പം രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഇതിൻ്റെ പാർക്കിലേക്കുള്ള പ്രവർത്തന സമയം, പ്രവേശനം എന്ന് പറയുന്നത്. ഇത് പൊതു അവധി ദിവസങ്ങളിൽ 400 രൂപയും സാധാരണ ദിവസങ്ങളിൽ 350 രൂപയും 50 രൂപയുടെ വ്യത്യാസങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അകത്തേക്ക് കിടക്കാം അല്ലേ? റിക്ഷയും ട്രെയിനും സൈക്കിളും. ഹലോ, നമ്മളത് ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഗൈഡൻസിനെ വെയിറ്റ് ചെയ്താണ് ഇവിടെ ഇരിക്കുന്നത്. അവർ വന്നിട്ട് നമുക്ക് നിർദ്ദേശങ്ങളും കാര്യങ്ങളെല്ലാം, കാര്യം ആദ്യമായിട്ട് വരുന്ന ഒരാൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു വിധമായ ഐഡിയയും ഉണ്ടാവില്ല. അപ്പോൾ ഒരു ഐഡിയോളജിക്ക് വേണ്ടിയിട്ടാണ് അവർ നമ്മളെ കൊണ്ട് നടക്കുന്നത്. അവർ നമ്മളോടൊപ്പം വരുന്നത്, നിർദ്ദേശങ്ങൾ തരുന്നത്. ഗ്രീൻ ബിൽഡിംഗ് ആണ് റെസ്റ്റോറൻറ്റ് വരുന്നത്. ഫുഡ് കഴിക്കാൻ ടൈം എടുത്തിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് കയറുക. 2 സൈഡ് കാണുന്നതാണ് സ്വിമ്മിംഗ് പൂള്. 1 അവർ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. 4:45 ക്ലോസ് ചെയ്യും. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഗൈഡ് പറഞ്ഞു തരും. ഹലോ, ഒന്ന് നോക്കി പറഞ്ഞാട്ടെ, എവിടെയാണ് സ്ഥലം? വൈക്കം. പേരെന്താണ്? വൈഷ്ണവി. നമ്മുടെ ഗൈഡ്, നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഗൈഡാണ്. അത് അദ്ദേഹം നമുക്ക് അത്യാവശ്യ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരും. ഇത് ചിൽഡ്രൻസിനായിട്ടുള്ള അല്ലേ? 13 വയസ്സിൽ താഴെയുള്ള പിള്ളേർക്കുള്ള പാർക്ക്. 13 വയസ്സ് ഞാൻ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. കളിക്കായിരുന്നു. അതെ.
കണ്ടോ, നമ്മളിപ്പം എങ്ങോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ട്രീസും പ്ലാന്റ്സുമാണ് കാണുന്നത്. അതായത് ഏതാണ്ട് 4500 പരം സ്പൈസസ് പ്ലാന്റുകളും ട്രീസും ഉണ്ടെന്നുള്ളതാണ്. എങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും നല്ല പച്ചപ്പാണ്. നമ്മൾ പുറത്ത് നിന്നിപ്പം ഭയങ്കര ചൂട്. നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കയറിയപ്പോൾ ഒരു എ സിയിൽ നിൽക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. എന്താണ് ഈ പാറ? കേവ് കോട്ടേജ് ആണ്. കേവ് കോട്ടേജ്. ഞാൻ അറിഞ്ഞായിരുന്നു. ഇതിൻ്റെ അകത്ത് അക്കോമഡേഷൻ ഉണ്ടല്ലോ താമസിക്കുന്നതിനുള്ള. യെസ്. അതിന് എത്ര രൂപയാണ് ചാർജ് ചെയ്യുന്നത്? അത് നിങ്ങൾ പബ്ലിഷ് ആക്കിയിട്ടില്ലല്ലോ. ഇല്ല, അത് ഫ്രണ്ട് ഓഫീസിൽ. അതെ, മീനൂട്ട് പാലം. യെസ്. ആചാരവും വിശ്വാസപ്രകാരം മീനൂട്ടുന്ന ഒരു പുണ്യകർമ്മമായിട്ടാണ് കാണുന്നത്. തീർച്ചയായും മഹാവിഷ്ണുവിന്റെ 10 അവതാരങ്ങളിൽ ഒന്നാണ് മത്സ്യം. അതുകൊണ്ട് തന്നെ നമ്മൾ മീനിന് തീറ്റ കൊടുക്കുന്നവരോട് നമ്മൾ ചെയ്ത പാപത്തിന്റെ കാഠിന്യം കുറയുമെന്ന് പറയുന്നു. അയ്യോ, അപ്പോൾ ഇതൊരു 3-4 തൊട്ടി തീറ്റ വേണ്ടി വരും കേട്ടോ. നമ്മളൊക്കെ ചെയ്ത പാവത്തിൻ്റെ ഇത് തീറ്റണേ, അത് പോരാ, ചാക്കിൻ്റെ അകത്ത് തന്നെ കൊണ്ടുപോകാം. അപ്പോൾ ഈ പോണ്ടെന്ന് പറയുന്നത് ഒരു മാൻമെയ്ഡ് പോണ്ടാണ്, നാച്ചുറൽ അല്ല. ഇതിൻ്റെ അകത്തുള്ള മീനുകളെന്ന് പറയുന്നത് ആവോലിയല്ലേ മീൻ? ആവോലി. അത് ഇവിടുത്തെ ക്യാൻറ്റീൻ പർപ്പസിന്, ഇവിടുത്തെ പേഴ്സണൽ ഇവരുടെ യൂസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന നോ സെയിൽ ഔട്ട്സൈഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? വാട്ടർ എന്തോ ട്രീറ്റ്മെൻ്റ് ആണോ ഇത്? ഒരു തരം ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്, ഓക്സിജൻ്റെ ഇതിന് വേണ്ടിയിട്ട്. അവിടെ അതുപോലൊരു പ്രൊജക്റ്റ് ഉണ്ട്. വള്ളവും ഉണ്ട്. 5 കിലോ ഒക്കെ ഉണ്ടാവും അല്ലേ? യൂറോപ്യൻസും ഉണ്ട് ഇതിൻ്റെ അകത്തല്ലേ, വെളുത്ത സാധനം. നമുക്കിവിടെ 64 കായൽ കാർപ്പ് മത്സ്യങ്ങളുണ്ട് കേട്ടാ. കണ്ട കറുത്ത ആവോലി മീനാണ്. അവർക്കറിയല്ലേ ഇവിടെ ഫുഡ് ഇട്ട് കൊടുക്കുന്നതെന്ന്. എന്നാ വലിപ്പമാടാ ഇത് തീറ്റി തിന്ന് ഇങ്ങനെ ഇരിക്കുന്നത്. ഫ്ലോറായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന 1 രൂപ കോയിൻ കട്ടേന്റെ ബാലൻസ് ഷീറ്റ് ആണ് കേട്ടാ. നമ്മുടെ നാണയങ്ങൾ ഇതിൽ നിന്നാണ് വെട്ടിയുണ്ടാക്കുന്നതെന്നാണ് പറയുന്നത് അല്ലേ? ഇട്ട് കൊടുക്കണ നമ്മുടെ ഈ ഏരിയയിൽ ചെറിയ ചെറിയ ബർത്ത്ഡേ ഫംഗ്ഷൻസ് അതേപോലെയൊക്കെ നടക്കുന്നതാണ്. സൺബാത്ത് ഏരിയ ഉണ്ട് കേട്ടോ. നമുക്കിവിടെ 22 കോട്ടേജുകളുണ്ട് കേട്ടോ. കാണുന്നതൊക്കെ പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന കോട്ടേജുകളാണ്. ഇന്നലെ റൂം ഗസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ചെക്കൗട്ട് ആയി 11 മണിയാകുമ്പോൾ ചെക്കൗട്ട് ആവണം. ഇതിന്റെ റേറ്റ് നിങ്ങൾ പറയത്തില്ല ഇവിടെയല്ലേ? ഗൈഡ്സിനോട് പറഞ്ഞിട്ടില്ല ഇത്ര റേറ്റ് എന്ന് പറയത്തില്ല. എന്നാലും നമുക്ക് ഒരു അപ്രോക്സിമേറ്റ് ഒരു 2000 ആവുമോ? സ്റ്റാർട്ടിങ് എന്തോ 5 or 6 എങ്ങാണ്ടോ. 5600. മൈ ഗോഡ്. ഒരു വ്ലോഗറും പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല. ഇവിടെ നമുക്ക് ഈ മാംഗോ മെഡോസിന് നിരവധി റോഡുകൾ കാണാൻ സാധിക്കുന്നത് കേട്ടോ. പ്രകൃതി, കൃഷി, സംസ്കാരം എന്നീ മേഖലകളിൽ സംഭാവന ചെയ്തവരുടെ പേരാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. കണ്ട ഡോക്ടർ സലീം അലി റോഡാണ് കേട്ടോ. ചെന്നെത്തുന്നത് ബേർഡ് സാഞ്ചുറിയിലേക്കാണ്. ഇങ്ങോട്ടെ ഈ മാംഗോ മെഡോസ് ഇതേപോലത്തെ നിരവധി ബോർഡുകൾ കാണാൻ സാധിക്കും കേട്ടോ. ഇതൊരു ഗൈഡിന്റെ സഹായം ഇല്ലാണ്ട് ഇവിടെ എന്തൊക്കെ വൃക്ഷങ്ങളുണ്ടെന്ന് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങോട്ട് പോരും കേട്ടോ എല്ലാവരും. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇവിടെ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന ട്രീസ് ആൻഡ് പ്ലാന്റ്സ് ആണ്. ആനക്ക് പട്ട വെട്ടാനും ചൂണ്ടക്കണയൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് കരിമരുതെന്ന് പറയുന്നത് ഇത് ഈ ആദിവാസികളൊക്കെ ഉൾക്കാടിലേക്ക് പോകുമ്പോൾ വെള്ളത്തിന് വേണ്ടി ആശ്രയിക്കുന്ന വൃക്ഷമാണ് കേട്ടോ. ഇതിന്റെ ഉള്ളിൽ 2.5 ഇഞ്ച് വ്യാസത്തിൽ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കും. ഇതൊരു വി ഷേപ്പിൽ മുറിക്കുമ്പോൾ ആ വെള്ളം വരികയും നമുക്കത് കുടിക്കുകയും ചെയ്യാം. തിരിച്ച് മണ്ണും പൂളും കൂടി വെക്കുമ്പോൾ കുറച്ച് നാൾക്ക് ശേഷം ഇത് വീണ്ടും പഴയ പോലെ തന്നെയാവും. ഇത് കുന്നുപാല എന്ന് പറയും. സപ്പോർട്ടയൊക്കെ ബഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇത് ഇടംപിരി വലപ്പിരി എന്ന് പറയുവേ. ഇതിന്റെ ഒരു കായ ഇടത്തോട്ടും ഒരു കായ വലത്തോട്ടും ആയിരിക്കും. കുഞ്ഞുങ്ങൾക്കൊക്കെ വയറുവേദന വരുമ്പോൾ ഇതിന്റെ കായ വരച്ചു കൊടുക്കും. പിന്നെ മുടി വളരാൻ വേണ്ടിയിട്ട് ഇതിന്റെ കായ ഇടും, വെണ്ണ കാച്ചിനൊക്കെ. ഞാൻ പൊക്കത്ത് കാണുന്ന ബേർഡ് സാഞ്ചുറിയെ, താഴെ കാണുന്ന കേട്ടോ ഫിഷിംഗ് സെന്റർ. അവിടെ നമ്മൾ ചൂണ്ടയൊക്കെ വെച്ചിട്ടുണ്ടാവും. ഗൈഡിങ്ങിന് ശേഷം ചെന്ന് ചൂണ്ടയൊക്കെ ഇടാം. മീൻ കിട്ടുമ്പോൾ വീട്ടിൽ കൊണ്ടുപോകും. പൊക്കത്ത് അത് ബേഡ്സ് ഒക്കെ വേണ്ടി ഇവിടെ ഞാറ് വിളവെടുക്കാറാവുമ്പോഴേക്കും പക്ഷി നിരീക്ഷണ കേന്ദ്രം.
ബേർഡ്സ് ഇല്ല, ബേർഡ്സ് നമ്മൾ വളർത്തുന്നില്ല. ഇല്ല. ഇങ്ങോട്ടാണ്. ഇത് ചൂണ്ടയിടുന്നതിനുള്ളൊരു ലൊക്കേഷനാണ്. ചൂണ്ട ഇവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ ഈ ചൂണ്ട ഇട്ടിട്ട് കിട്ടുന്ന മീനെ നമുക്ക് കൊണ്ടുപോകാമെന്നാണ് പറയുന്നത്. പക്ഷേങ്കിൽ ഒരു വ്ളോഗറും ഒരു മീൻ കിട്ടിയതായിട്ട് ഇതേവരെ പറഞ്ഞ് കേട്ടിട്ടില്ല. മാങ്കോയുടെ അതേ ഷേപ്പിലാണ് അത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പേരിലാണ്, അങ്ങനെ ഒരു പേര് തന്നെ അതിന് നൽകിയിരിക്കുന്നത്, മാംഗോ പൂൾ. നൈലോൺ ഡ്രസ്സുകൾ മാത്രമേ അവർ ധരിക്കാൻ സമ്മതിക്കുകയുള്ളൂ. കോട്ടൺ തുണികളൊന്നും ഇടാൻ സമ്മതിക്കത്തില്ല. അതായത് നമ്മൾ ഈ എനിക്കിവിടെ വന്ന് കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ടുള്ളൊരു സംഗതിയാണിത്. ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരു കൈപ്പത്തിക്കുള്ളിൽ ഒരു വൃക്ഷം, അതായത് ഇതിൻ്റെ സംവിധായകൻ്റെ കരങ്ങളിൽ ഇതെല്ലാം സേഫാണ് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. 2016 ആരംഭിച്ചതാണ് ഇത്. ഏതാണ്ട് ഇത്രയും വർഷങ്ങളായിട്ടും ഇതിന് യാതൊരു ക്ഷോഭവും ഉണ്ടാകാതെ നല്ല രീതിയിൽ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇതേവരെയുള്ള കേട്ടത്. ഇതെല്ലാം കോട്ടേജ് എന്ന് പറഞ്ഞാൽ ഡീലക്സ് കാറ്റഗറിയിലുള്ള കോട്ടേജുകളാണ്. ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് നല്ല രീതിയിലാണ്. പക്ഷേ ഒന്നും ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയില്ല. അത് ഫ്രണ്ട് ഓഫീസിൽ നിന്ന് ഇങ്ങനത്തെ ഉള്ളതൊക്കെ ഇവിടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കയറ്റാം. അടിച്ചിട്ട് ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കയറ്റിവിടാം. കുറേ ഈ കാണുന്ന അത്തി, ഇത്തി, പേര, നരയാട് എന്നീ 4 പാൽ ചേർത്തുന്ന വൃക്ഷങ്ങളുടെ തോല് ഉപയോഗിച്ചാണ് നമ്മൾ നാൽപ്പാമര തൈലവും സോപ്പൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മളൊരു വഞ്ചിയുടെ തീമിൽ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് നാൽപ്പാമര വഞ്ചി എന്ന് പേരിട്ടിരിക്കുന്നത് കേട്ടോ. അയ്യോ, നമ്മളിപ്പോൾ വന്ന വഴി കണ്ടതാണ് കുയിലിൻ്റെ ഒരു കുഞ്ഞ് ഇവിടെ വീണ് കിടക്കുന്നത്. കാക്കകളെല്ലാം കൂടെ അതിനെ റാഞ്ചിക്കൊണ്ടിരിക്കുകയാണ്. കാക്കകളെല്ലാം റാഞ്ചിക്കൊണ്ടിരിക്കുക. അത് അവശ നിലയിലായിപ്പോൾ. ഇല്ല, അത് കുയിലല്ല, കാക്കയാണെന്നോ തോന്നുന്നു. കുയിലാണോ? മഞ്ഞമുള, ഇത് ഓടമുള, ഇത് കറുത്തമുള, അതിൻ്റെ പുറകിൽ ലാത്തിമുള നിൽപ്പണ്ടേ. മഞ്ഞമുള പേപ്പർ നിർമ്മാണത്തിനൊക്കെ എടുക്കുന്നു. ഓടമുള ഓടക്കുള്ളിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. കറുത്തമുള ഈ പണ്ട് കാലത്ത് ആദിവാസികളൊക്കെ കുടിൽ കെട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ലാത്തിമുള ലാത്തി ഉണ്ടാക്കാനും. ഇത് ചമ്പകം എന്ന് പറയുന്നേ. ഇത് റെയിൽവേ ട്രാക്കിലൊക്കെ പണ്ട് കാലത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഇതിൻ്റെ തടിയാണ്. ഏർമാണം കോട്ടേജ് ഇതിലേക്ക് കയറി പോകുന്ന വഴി. ഇത് കൊള്ളാം, ഇത് ഇഷ്ടപ്പെട്ടു. അതിൽ അത്യാവശ്യം എയർ കണ്ടീഷൻ സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടേ. കൊള്ളാം. 180 രൂപയാണ്. നമ്മളെ ഇപ്പോൾ ഗൈഡ് നടന്ന് കാണിക്കുന്നു. ഇത് ആട്ടോയിൽ കാണിക്കുന്നു. ഇതിന് 250 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. നടക്കാനെ കൊണ്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് സൗകര്യാർത്ഥം ചെയ്യുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മ്യൂസിക് സിസ്റ്റം എല്ലാം കൊടുത്തിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ പോയേക്കോ. ഇവിടെ ഒരു സ്റ്റാച്ചു മരത്തിൻ്റെ അതേ രൂപത്തിൽ ചെയ്തു വച്ചിട്ടുണ്ട്. നല്ലൊരു ആർട്ടിസ്റ്റിൻ്റെ കലാഭാവന നമ്മളിവിടെയാണ് കാണുന്നത്. കണ്ടില്ലേ, നല്ല രീതിയിൽ ഭാവന ചെയ്തിട്ടുണ്ട്. അതൊരു മരക്കൊമ്പിൽ പിടിച്ചാണ് നിൽക്കുന്നത്. കണ്ടാ, അതാണ് ഭാവന എന്ന് പറയുന്നത്. ഇതാണോ മധുരക്കിഴങ്ങ്? ഇത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഇത് ഞാൻ കണ്ടിട്ടില്ല. മധുരക്കിഴങ്ങിൻ്റെ പ്ലാന്റ് കണ്ടിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇപ്പം കണ്ടോ? പ്ലാന്റ് കണ്ടോ?
രണ്ടാമത്തെ വലിയ കുട്ടിയാണ്. ഏമു ഇതിൻ്റെ മുട്ട ഇവിടെ ഉണ്ടായിരുന്നു, അതിപ്പോഴും അത് മാറ്റി വെച്ചിരിക്കുകയാണെന്ന് അറിയുക ഈ ആൾക്കാർക്ക് കാണുന്നതിനായിട്ട്. അത് നമ്മുടെ ഈ ഓട്ടോപക്ഷിയുടെ മുട്ടയുടെ സെയിം വലിപ്പമാണ്. ഇത് വെച്ചൂർ പശുവാണ്. വണ്ടിക്കുള്ള ബാക്കിയുള്ള ഹൈബ്രിഡ് പശുക്കളായിട്ടുള്ളത്. എന്തോ തിരുവട്ടക്കായ എന്ന് പറയും കേട്ടോ. ഈ ബുദ്ധ സന്യാസിമാരൊക്കെ ഭിക്ഷാപാത്രമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് പണ്ട് കാലത്തൊക്കെ. ഇതിന്റെ ഉള്ളിലൊരു ഫ്ലഷ് ഉണ്ട്, അത് വിദേശത്തൊക്കെ വാറ്റാൻ യൂസ് ചെയ്യും. അതിന്റെ ഫ്ലഷ് കളഞ്ഞിട്ട് ഇതേ ഉണങ്ങിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓ, ഇത് ഇനി ചൊരക്കാന്ന് പറയുന്ന സാധനമാണോ? അല്ല, അത് വെജിറ്റബിൾ അല്ലേ, അത് അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അതുപോലെ ഇരിക്കുന്നു, ഇതിൻ്റെ തോട് കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞതാ. ഇതിൻ്റെ ആക്ച്വൽ പേരെന്താണ് പറഞ്ഞേ? തിരുവട്ടക്ക. ഈ സൈക്കിളിൻ്റെ ഇത് എങ്ങനെയാന്ന് പറഞ്ഞത്? ബോണ്ട് വാങ്ങിച്ചിട്ട് കൊടുക്കുന്നതല്ലേ ഇത്? 100 രൂപ ഡെപ്പോസിറ്റ് മതി. അരമണിക്കൂറത്തേക്കാണ് അതിനുള്ളിൽ തിരിച്ചു കൊണ്ട് കൊടുക്കുമ്പോൾ അവർ ആ ഫണ്ട് റീഫണ്ട് ചെയ്തത്. പിന്നീട് അരമണിക്കൂർ യൂസ് ചെയ്യണേ 50 രൂപ വീതം ഇടാം. അരമണിക്കൂർ ഫ്രീ. അത് ശരി. ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ബൈബിൾ അല്ലേ? ബൈബിൾ എന്നുള്ളൊരു റെക്കോർഡ് ഇതിനുണ്ട്. ഇങ്ങോട്ട് പോരെ. ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ബൈബിൾ. നമ്മളിവിടെ ബൈബിൾ വെച്ചിട്ടുണ്ട്. ഗൈഡിങ്ങിന് ശേഷം ഫസ്റ്റ് എയ്ഡ് എടുക്കാൻ വരുമ്പോൾ ബൈബിൾ വായിക്കാനുള്ള സൗകര്യമാണ്. ഇത് ഇലന്തപ്പഴം യേശുക്രിസ്തുവിന് മുൾക്കിരീടം ധരിച്ചില്ലേ, അത് ഇലന്തപ്പഴത്തിന്റെ ഇത് വെച്ചിട്ടാണ്. ഓ, ഇത് വെച്ചാണ് മുൾക്കിരീടം ഉണ്ടാക്കിയല്ലേ? അത് ശരി. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ചെടിയും ഇവിടെ ഉണ്ടെന്നോ? ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ചെടികളും ഉണ്ടെന്നുള്ള. അത്തി കണ്ടില്ലല്ലോ? അത്തിപ്പഴം കണ്ടായിരുന്നു, കാണിച്ചായിരുന്നോ? ഏതും തോട്ടത്തില. ആ മുൾക്കിരീടം ഉണ്ടാക്കുന്നതിനുള്ള ആ ചെടിയും നമ്മള് ബാലരമയിലെ കഥാപാത്രങ്ങളെ വെച്ച് ചെയ്തിരിക്കുന്നതാണ്. ഇത് ഏതം തോട്ടമാണല്ലോ അല്ലേ? ഇത് ഏതം തോട്ടെ. അതിനൊരു നല്ല സുഖമുണ്ട് ഇവിടെ കേട്ടോ. പക്ഷെ തിന്നാനൊന്നും ഇല്ലെന്നുള്ളത്. എന്തുമാത്രം വൃക്ഷങ്ങൾ കേട്ടിട്ടില്ല. ഫ്രൂട്ട്സാണ്. നമ്മുടെ ആദി മാതാപിതാക്കളാണ് ഈ നിൽക്കുന്നത്, ആദവും ഹൗവയും. പക്ഷെ അവർ ഇത് നോട്ട് ചെയ്ത് വയ്ക്കണമായിരുന്നല്ലേ? ആദം ഹൗവ എന്നുള്ളൊരു ബോർഡൊന്നും അവർ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. ആപ്പിള് പഴം കൊടുക്കുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല ബൈബിളിലെ? അതാണ് ആപ്പിളിനെ ഇത്. ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന സസ്യമാണ്, ഫ്രൂട്ടാണ്. പിന്നെ ഇതിന് അന്താരാഷ്ട്ര വിപണിയിൽ ഇതിന്റെ ഫ്രൂട്ടിന്റെ ജ്യൂസിന് 2500 രൂപയോളം വിലയൊക്കെ വരുന്നുണ്ട്. ഇത് ഹെയർ ഡൈ ഒക്കെ ആയിട്ട് വരുന്നുണ്ടല്ലേ? ഇതാണ് കേവ് കോട്ടയിലേക്കുള്ള മെയിൻ ഗേറ്റ്. അകത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റുമോ ഇല്ലയോ, അകത്ത് വീഡിയോ എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അന്വേഷിച്ചറിയാം. മാംഗോ കേവ് കോട്ടേജ്. അത് ഒറിജിനൽ പാറ കൊണ്ട് ഉണ്ടാക്കിയതാണ്, ഒറിജിനൽ പാറ കൊണ്ട്. അത് നമ്മുടെ നെൽകൃഷി അല്ലേ? പണ്ടത്തെ കാലത്ത് ഇതേപോലെയല്ലേ ഈ വെള്ളം. അതെ വയലിൽ നിന്ന്. അതെ തോട്ടിൽ നിന്ന് വയലിലേക്ക് വെള്ളം വിടുന്ന ഒരു സംവിധാനം അത് നമ്മൾ കണ്ടിട്ടുള്ളതാണത്. ചവിട്ടി വെള്ളം വിടുന്നത്. ഇതൊരു നാച്ചുറൽ ഇതാണ്, കണ്ടില്ലേ? പണ്ട് കാലങ്ങളിൽ വയലിലേക്ക് വെള്ളം വിട്ടിരുന്നത്, തോട്ടിൽ നിന്നും ഇതിലേക്ക് കടൽ കറക്കിയാണ് ചെയ്യുന്നത്. ആ ടവറിൽ അല്ല, വേറൊരു ടവർ കാണിച്ചല്ലോ, നല്ല ഹൈ. മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കുന്നതിനായിട്ടുള്ള ഏരിയയാണ്, അങ്ങനെ സ്ത്രീകൾക്ക്.
ഒരു കാര്യം നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. പ്രാർത്ഥിക്കാനുള്ള അവസരവും സൗകര്യങ്ങൾ അതും അവർ ചെയ്തിട്ടുണ്ട്. പരശുരാമൻ്റെ ഒരു സ്റ്റാച്യു ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതും വേൾഡ് ബിഗ്ഗസ്റ്റ് എന്നുള്ളതാണ് അറിയപ്പെടുന്നത്. പരശുരാമൻ മഴു എറിഞ്ഞ് കേരളം ഉണ്ടാക്കി, അങ്ങനെ അല്ലേ? ആ ആ അല്ലേ? ആ അമ്പലം അല്ലേ? എന്തി അമ്പലം എന്തി മനസ്സിലായി. അമ്പലക്കുളം. ഇവിടെയുണ്ട്, മീനുണ്ട്, കുഞ്ഞാ ബേബിയാ, കൊച്ചു മീനുകൾ. തുളസിത്തറയിൽ തിരിയൊക്കെ സർപ്പക്കാവ് ഇതല്ലയോ? ഓ വള്ളി വള്ളി ആ 30 ഏക്കറാണ്. നമ്മുടെ ലോകത്തിലെ ആദ്യത്തെ മനുഷ്യനിർമ്മിത സർപ്പക്കാവാണ് കേട്ടോ ഇത്. മനുഷ്യനിർമ്മിത സർപ്പക്കാവ് അങ്ങനെ അറിയപ്പെടുന്നത്. അത് ശരി, മനുഷ്യനിർമ്മിത സർപ്പക്കാവാണെന്നാണ് ഇത് അറിയപ്പെടുന്നത്. നമ്മൾ ഈ മരത്തിനെ പുരുഷനായിട്ടും വള്ളിച്ചെടിയെ സ്ത്രീയായിട്ടുമാണ് നമ്മൾ കരുതിയേക്കുന്നത് കേട്ടോ. കവിസങ്കല്പം അനുസരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഇത് രണ്ടുപേരെയും കല്യാണം കഴിപ്പിച്ച് വിട്ടേക്കുമെന്നാണ് പറയണത് കേട്ടോ. അങ്ങനെ ആ വള്ളി അതന്നെയാ സൂചിപ്പിക്കുന്നതല്ലേ? മരവും വള്ളി, മരം പുരുഷനായിട്ടും കവിസങ്കല്പം അനുസരിച്ച്. ഇത് 2016 ഇത് ഈ പ്രൊജക്ട് ഓപ്പൺ ആവുന്നേ. ഇത് ഐതിരകളെന്ന് പറയുന്നത് 5 ഇലകള്. ഇങ്ങോട്ട് പോരെ. ഇത് 6 നിലയാണ്. ലിഫ്റ്റില് നടന്നു കയറണം. പവർ പോയോണ്ടാന്നോ? ഇത് സ്വർണ്ണപഴമരം എന്ന് പറയും കേട്ടോ. ഇത് കണിക്കൊന്നയുടെ അതേ സ്പീഷീസ് ആണ്. കണിക്കൊന്ന ഷെയ്ഡിങ് കഴിഞ്ഞു കേട്ടോ. താങ്ക് യു. ഇവിടെ വരെ എങ്ങോട്ട് പോകണം ഞങ്ങൾ അത്യാവശ്യ കാഴ്ചകൾ കണ്ട് ഇവിടെ നമ്മൾ റെസ്റ്റോറൻ്റ് അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം 2:45. അപ്പോൾ ഒരു രക്ഷയില്ല. ഇനി എന്തെങ്കിലും ചാമ്പാത കണ്ട് ഒരു രക്ഷയില്ല. ഇനി നമുക്ക് എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ടാകാം അടുത്ത യാത്ര. അപ്പം തുറന്നെയാണ് ഇവിടെ ഒന്ന് വാടിയെന്ന് കയറകത്തോട്ട്. ഹായ്. നല്ല ഒരു ബാറിൽ കയറുന്ന ലക്ഷണമുണ്ട് ഇതിനകത്ത്. ഒരുവിധം ഇരുട്ടോട് കൂടിയ വെളിച്ചം. ഏകദേശം കുഴപ്പമില്ല. നമ്പർ ഓഫ് ടേബിൾസ് കുറവാണ്, സീറ്റൊക്കെ കുറവാണ്. മതി. ഇപ്പോൾ ഇങ്ങനെ വലിയ റഷ് വരുന്ന സമയങ്ങളിലേ ഉള്ളൂ. ഇപ്പോൾ ഇതുപോലുള്ള അവസരങ്ങളിൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഫുഡ് കഴിക്കാൻ ഏതാണ്ട് ഓർഡർ ചെയ്തൊരു 10-15 മിനിറ്റ് ഇരിക്കേണ്ടി വന്നു. ഏതാണ്ട് 3 മണി സമയം. ഇപ്പം ഞങ്ങൾ ആഹാരം കഴിക്കാൻ എനിക്ക് അത്യാവശ്യം റൈസ് ആവശ്യപ്പെട്ടു. പക്ഷേ റൈസ് ഇല്ലാത്തതിൻ്റെ പേരിൽ ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും, പിന്നെ ഭാര്യയും മകളും ചിക്കൻ ബിരിയാണി അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അത്യാവശ്യം കുഴപ്പമില്ല, ടേസ്റ്റ്ഫുള്ളാണ്. അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കഴിച്ച് തീർക്കാം അല്ലേ? ശരി. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നു, ഇങ്ങനെ അങ്ങോട്ട് പോകുന്നു അടുത്ത കാഴ്ചകളുമായിട്ട്. ഓക്കെ. പിന്നെ മോട്ടറൈസ്ഡ് അല്ലല്ലോ. ഇങ്ങനെ പതുക്കെയല്ല, സ്പീഡിലാണ് ചെയ്യേണ്ടത്. എങ്കിലേ വെള്ളം പോകത്തുള്ളൂ. അതാ കാലിന്
മതിയായ നീളമില്ലാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം. ഇത് കയറുമ്പോഴാണ് ഈ വെള്ളം അതേ രീതിയിൽ അടിച്ച് താഴേക്ക് പോവുക. അമ്പെയ്ത്ത് അതാണ് ഇപ്പം ചെയ്യാൻ പോകുന്നത്. ആട്ടെ, അത്രയിലും കയറിയല്ലോ, സാധനം പോയി തറച്ച്. ഈ ഗെയിമുകളെല്ലാം നമ്മുടെ ടിക്കറ്റ് പാക്കേജിലുള്ളതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓ ഓക്കെ, താങ്ക് യു. ഇദ്ദേഹം ഈ ആൽമരച്ചോട്ടിൽ ഏത് സമയം ഇവിടെ ഉണ്ടാകും. കാര്യം ഇദ്ദേഹത്തിന് ഇവിടെ കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടിയാണിത്. പുള്ളി ഒരു മ്യൂസിക് ഡയറക്ടർ കൂടിയാണെന്നുള്ളതാണ് അറിവ്. ഇദ്ദേഹം കുറച്ച് കുട്ടികളെ ഇതുപോലെ രീതിയിൽ മ്യൂസിക് പഠിപ്പിക്കുന്നതുകൊണ്ട് ഒരു സംഗീത കോളേജിൽ. ഡ്യൂട്ടി തുടങ്ങുന്ന എത്ര മണിക്കാ? 8 മണി. വൈകിട്ട് എത്ര മണി വരെ ഉണ്ട്? 5 മണി വരെ. ഇന്ന് ജനം കുറവല്ലേ? ഇന്ന് അവധി ദിവസങ്ങളൊക്കെ ആണെങ്കിൽ ഭയങ്കര തിരക്കാണ്. പൂജയുടെ അവധി. ദീപാവലിയുടെ അവധി. അല്ലല്ല, റൂമല്ല. ഞങ്ങൾ പോവാം. ഞങ്ങൾ പുനലൂർ, കൊല്ലം. കയറ് പിരിക്കുന്നതിനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കയറ് എവിടത്തേക്കാണ്? മാർക്കറ്റിലേക്ക് പോകുന്നതാണോ അതോ മാർക്കറ്റിൽ പോകുന്നതോ? ഓ, മോട്ടറാണല്ലേ. ഇത് വെറും ഒരു ലോക്ക് മാത്രമാണ്. മോട്ടറിൽ പിരിക്കുന്നു. ഇന്നത്തെ കളികൾ നടക്കുന്ന അവിടാണ്. അവരുടെ കയ്യിലാണ് ഇതിൻ്റെ ഫങ്ഷൻ. അപ്പോൾ ഇത് ഇഴക്കയറാണ്. ഇഴക്കയറിൻ്റെ ഒരു ലെയറാണിത്. ഇനി ഇതേ കൂട്ട് ഒരു ലെയറും കൂടെ എടുത്ത് പിരിച്ച് കഴിയുമ്പോഴാണ് ഈ കിടക്കുന്ന സൈസിലുള്ള കയറെന്ന് പറയാൻ പറ്റുന്ന കയറാവുന്നത്. ചെറിയൊരു തടിക്കഷ്ണം അത് കഴിഞ്ഞുകൊണ്ട് മാനുവലായിട്ട് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ഭയങ്കര ഫാസ്റ്റ് വർക്കാണ്. ഫാസ്റ്റ് വർക്ക്. എന്താ പരിപാടി? ഇല്ല, ഇനി ഇപ്പം അടുത്ത ലെയർ അവരുടെ ഡ്യൂട്ടി ടൈം രായെന്ന് പറയും. മെഡോ സിറ്റി തണ്ടിങ്ങ ഈ സംഗതി വരെയുണ്ട്. ഷാപ്പിലെ കറികൾ. ബാറില്ല. ഞങ്ങൾ തുഴച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരുമാണ് തുഴയുന്നത്. യാത്രക്കാരി അവിടെ ഇരിപ്പുണ്ട്. എന്താ റേറ്റ് സാറേ? റൂം എങ്ങനെ ഉണ്ട്? റൂമുണ്ട്. എത്ര റൂമുണ്ട്? സിംഗിൾ റൂമാണ്. എങ്ങനെയാണ് ഇതിൻ്റെ റെന്റ്? എങ്ങനെയാണ്? 8,000 പെർ ഡേ. ഭയങ്കര കത്തിയാണ്. എ സി ഇല്ലല്ലേ? ഉണ്ടോ? ശരി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. വേറെ അറിയാൻ വിളിച്ചു. നമ്മുടെ പഴയ കാല ഓർമ്മകൾ ഒഴുകുന്നൊരു ചായക്കടയാണ് ഇത്. കണ്ടില്ലേ? ആ ചെമ്പ് കുളത്തിൽ വെള്ളം തിളപ്പിച്ച് ചായ കുടിക്കുന്നു. തിരക്കില്ലാത്തതുകൊണ്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം ഫുൾ ഹൗസ്ഫുള്ളായിരിക്കും. സ്ട്രക്ചറാണ്. നമ്മൾ ശ്രീബുദ്ധൻ്റെ പ്രതിമയ്ക്ക് മുമ്പിലാണ് നിൽക്കുന്നത്. മകളും ഉണ്ട്, ഞാനും ഉണ്ട്. ബേബികൾക്കായിട്ടുള്ള പൂളും ജനറൽ പൂളും ഉണ്ട്. ഇതിൽ ആൺപിള്ളേരും പെൺപിള്ളേരും എല്ലാം പ്രായഭേദമന്യേ എല്ലാവരും കുളിക്കുന്നുണ്ട്.
ത്തിൻ്റെ കുറവ് മൂലം ആ ഒരു പരിപാടി ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ വരും വരെ ഏവർക്കും നന്ദി, നമസ്കാരം.